ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയുടെ ചേച്ചി അർച്ചന ഇവിടെ വന്നിട്ടുണ്ടെന്ന് അനൂപ് പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അജയൻ. തുടർന്ന് സച്ചിയെ കണ്ട കാര്യവും അർച്ചനയെ കണ്ട കാര്യവും ഒക്കെ തന്നെ അജയൻ ആലോചിക്കുന്നു. എന്താണെങ്കിലും ആതിരയ്ക്ക് മുൻപുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് എൻ്റെ വീട്ടിൽ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് അജയൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മീര പറയുകയാണ്, അജയ, നീ എന്താണെങ്കിലും ഇവിടം വരെ വന്നതല്ലേ, ആതിരയെ കണ്ടിട്ട് പോകാലോ. തുടർന്ന് മീര പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അജയൻ ചെന്ന് ആതിരയുടെ മുറിയുടെ കതകിൽ തട്ടുകയാണ്. കതക് തുറക്കുന്ന ആതിര അജയനെ കണ്ടയുടൻ തന്നെ കതക് അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അജയൻ കതക് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ഞാൻ നിന്നോട് ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നിരിക്കുന്നത്. നമ്മുടെ വിവാഹം ഉറപ്പിച്ചു. അടുത്തു തന്നെ എൻഗേജ്മെന്റും ഉണ്ടാകും. അത് പറയാൻ വേണ്ടിയാ നിന്റെ ചേട്ടൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. നിന്റെ മുഴുവൻ കഥകളും അറിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ആഗ്രഹിച്ചതെന്ന് നിന്റെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. അനൂപിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ പാവം തോന്നും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, നമ്മളിനി കാണുന്നതേ എന്ന് പറഞ്ഞുകൊണ്ട് ആതിരയുടെ കയ്യിൽ പിടിച്ചിട്ട് അജയൻ പറയുകയാണ്, നിന്റെ ഈ മോതിരവിരലിൽ എൻ്റെ പേരിലുള്ള മോതിരം ഇടാനായിരിക്കും. അതേസമയം കൈ കൊട്ടിക്കൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. അർച്ചനയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അജയൻ. അജയ, എൻ്റെ പേര് അർച്ചന, മുഴുവൻ പേര് അർച്ചന സച്ചിദാനന്ദൻ. ഓർമ്മ വന്നോ? ഇത് കേൾക്കുന്ന അജയന് അന്ന് സച്ചി തന്നെ തല്ലിയ കാര്യമെല്ലാം ഓർമ്മ വരികയാണ്. നീയല്ലടി ആതിരെ അജയൻ ഫ്രോഡാണെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോ ഇവൻ അനശ്വരമായ പ്രണയത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണല്ലോ ഞാൻ കേട്ടത്. അന്ന് നെല്ലിശ്ശേരി വെച്ച് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല എൻ്റെ അനിയത്തിയുടെ ഭാവി വരനാ മുമ്പിൽ നിൽക്കുന്നതെന്ന്. പക്ഷേ അത് തിരിച്ചറിഞ്ഞു വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഒരു സ്ത്രീയിൽ നിന്നും അടി വാങ്ങുന്ന നിന്നെയാ. അപ്പോൾ തന്നെ ഞാൻ ഇവളെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരുത്തനെ നിനക്ക് ഭർത്താവായിട്ട് വേണോ എന്ന്. അവൾ പറഞ്ഞു വേണ്ടെന്ന്. അങ്ങനെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ കൊണ്ട് എങ്ങനെ അവളുടെ വിവാഹം നടത്തിക്കാനാ? ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സ്മാർട്ടാണല്ലോ ഏട്ടത്തി. പക്ഷേ ഈ വിവാഹം ഞാൻ എന്താണെങ്കിലും നടത്തിയിരിക്കും. എൻ്റെ മനസ്സ് വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചു പോയി. എന്താണെങ്കിലും ഏട്ടത്തി ഇതിന് സമ്മതിക്കണം. അനിയൻ വന്ന് ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ ഞാൻ എങ്ങനെയാ പറ്റില്ലെന്ന് പറയുന്നത്? ഇത് കേൾക്കുന്ന അജയൻ സന്തോഷത്തോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ്, പക്ഷേ പറ്റില്ല അനിയ. ഇത് കേൾക്കുന്ന അജയന് അന്ന് താൻ സച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. നടക്കാത്ത വിവാഹത്തിന്റെ പേരും പറഞ്ഞ് ഇനി ഈ വീട്ടിൽ കയറി ഇറങ്ങണ്ടെന്ന് അർച്ചന പറയുമ്പോൾ അജയൻ പറയുകയാണ്, അത് കൊള്ളാലോ. നിങ്ങൾ അവന്തികയുമായിട്ട് കളിക്കുന്ന എലിയും പൂച്ചയും കളിയുണ്ടല്ലോ, അതുപോലെയല്ല ഇത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോ, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യാം. തുടർന്ന് ആതിരയോട് ദേഷ്യപ്പെട്ട് അജയൻ പറയുകയാണ്, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഇതിനൊക്കെയുള്ള പ്രതികാരമേ എൻ്റെ പേരിലുള്ള താലി നിന്റെ കഴുത്തിൽ വീണതിന് ശേഷം ഞാൻ നിനക്ക് തരുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അജയൻ പോകാനൊരുങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, ഒന്ന് നിന്നേ. വിവാഹത്തിന് മുമ്പേ ഇവൾക്കെന്തോ പ്രതികാരം ചെയ്യാനുണ്ടെന്ന്. തുടർന്ന് അർച്ചന ആതിരയോട് ചോദിക്കുകയാണ്, നമ്മുടെ അനുവാദമില്ലാതെ ഒരാള് നമ്മുടെ ശരീരത്ത് കൈവച്ചാൽ എന്ത് ചെയ്യണമെന്നാ അച്ഛൻ നിനക്ക് പറഞ്ഞു തന്നത്? ഈ ഒരു അവസരം മിസ്സായാലേ ഇനി അത് കിട്ടിയെന്ന് വരില്ല. ഇത് കേൾക്കുന്ന ആതിര അജയന്റെ മുന്നിലേക്ക് ചെന്ന് അജയന്റെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ്. ഇനിയും നിന്ന് വിയർക്കാതെ എൻ്റെ അനിയൻ ചെല്ലെന്ന് അർച്ചന പറയുമ്പോൾ അവിടെ നിന്ന് പോവുകയാണ് അജയൻ. പിന്നീട് കാണിക്കുന്നത് കെട്ടിയിട്ടിരിക്കുന്ന സന്ദീപിനെയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കിട്ടിയാലോ എന്ന് ആലോചിച്ച് ചുറ്റും നോക്കുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയും അജയനും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ആതിര തന്നെ തല്ലിയ കാര്യമെല്ലാം അജയൻ പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, നീ എന്താടാ ചെണ്ടയാണോ എല്ലായിടത്തുനിന്നും തല്ലിങ്ങനെ വാങ്ങിക്കൂട്ടാൻ? അനൂപ് വിളിച്ചിട്ടാ നീ അങ്ങോട്ടേക്ക് പോയത്. അനൂപിന് പറയാനുള്ള കാര്യം അനൂപ് പറയുകയും ചെയ്തു. പിന്നെ നീ എന്തിനാ അവളുടെ മുറി കയറി അവളുടെ കയ്യിൽ കയറി പിടിച്ചത്? അത് പിന്നെ ഒരു പഞ്ചിന് ചെയ്തതാ. എന്നിട്ട് നിനക്ക് പഞ്ചിന് കിട്ടിയല്ലോ. ആതിര ആയതുകൊണ്ടാ നിനക്ക് ഇത്രമാത്രം കിട്ടിയത്. ഞാനായിരുന്നെങ്കിലേ നിനക്കിപ്പോൾ ബോധമുണ്ടാകില്ലായിരുന്നു. ഇത് കേൾക്കുന്ന അജയൻ ചോദിക്കുകയാണ്, ഞാനിപ്പോ ഇനി എന്ത് ചെയ്യണമെന്നാ മേഡം പറയുന്നത്? അനൂപ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ എൻഗേജ്മെന്റ് നടത്തച്ഛനയ്ക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാവകാശം കൊടുക്കാൻ പാടില്ല. നിന്റെയും ആതിരയുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാലേ എൻ്റെ പദ്ധതികളെല്ലാം തകർന്നടിയും. പിന്നെ അർച്ചനെ സൂക്ഷിക്കണം. നമ്മൾ എത്ര ചീപ്പ് കളി കളിച്ചവൾക്കേ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഡോക്ടർ അബ്ദുൽ ഖാദറിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എനിക്കിനിയും ഒരു കാര്യം മനസ്സിലാകുന്നില്ല. എന്തിനാണ് അർച്ചന എല്ലാവരുടെ നിന്നും കാര്യങ്ങളെല്ലാം ഇനിയും ഒളിച്ചു വെക്കുന്നതെന്ന്? എന്താ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവന്തിക എല്ലാവരെയും കൊല്ലുമോ എന്ന് അബ്ദുൽ ഖാദർ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതെ, അവരങ്ങനെ തന്നെ ചെയ്യും, എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇത് കേൾക്കുന്ന ഡോക്ടർ ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ സന്ദീപിനെ രക്ഷിക്കണം. കൂടാതെ ആതിരയുടെയും അജയന്റെയും വിവാഹം മുടക്കുകയും വേണം. അല്ലെങ്കിൽ എന്തും വരട്ടെ എന്ന് കരുതി എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയണം. ഇല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഡോക്ടർ എൻ്റെ മുമ്പിൽ. അതെന്താണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്,
എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി ഞാൻ അവന്തികയെ അങ്ങ് കൊല്ലും, അത്ര തന്നെ. അർച്ചനെ, താൻ ഈ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് കള. ഞാൻ തനിക്കിപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു തരാം. അങ്ങനെ ഡോക്ടർ തനിക്ക് പറയാനുള്ള കാര്യമെല്ലാം അർച്ചനയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് അർച്ചനയെ തടഞ്ഞു നിർത്തുന്ന അവന്തികയാണ്. വൃന്ദാവനത്തിലേക്ക് ചെന്ന് അനിയത്തിക്ക് ധൈര്യം കൊടുത്തിട്ടാ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന ഓട്ടോക്കാരനെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ സംസാരം നീളുമെന്ന് എനിക്കറിയാം, അതാ ഞാൻ ഓട്ടോ പറഞ്ഞു വിട്ടത്. നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഇവിടെ നിന്നത്. നീ എത്രയൊക്കെ ശ്രമിച്ചാലും ആതിരയുടെയും അജയന്റെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും. തുടർന്ന് അർച്ചന പറയുകയാണ്, എന്റെ വീട്ടുകാർക്കെല്ലാം അജയനെ വല്ലാണ്ടങ്ങ് ബോധിച്ചുപോയി. അവര് പറയുന്നത് ഈ വിവാഹം തന്നെ മതിയെന്നാ. പിന്നെ ഇനി ഞാനായിട്ട് എതിർപ്പൊന്നും പറയണ്ടല്ലോ. അതുകൊണ്ട് വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. ശരി, കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ അവളെ കൊണ്ട് അജയനെ തല്ലിച്ചതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ എൻ്റെ അനിയത്തിയുടെ കൈ കയറി പിടിച്ചു, അത് തന്നെ. ഇപ്പോൾ അനഘയോടാണ് അജയൻ ഇങ്ങനെ ചെയ്തതെങ്കിൽ ഏട്ടത്തിയും അനഘയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കില്ലായിരുന്നോ? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ സന്ധ്യ അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ എടുത്ത് തിരിഞ്ഞു നിന്ന് ഹലോ ആതിര എന്ന് പറയുകയാണ് അർച്ചന. ഇത് കേൾക്കുന്ന അവന്തിക സംശയത്തോടെ അർച്ചനയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്.